ഹായ് സുഹൃത്തുക്കളെ, ഈ 2025 വിഷുഫലമാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ഈ ഏപ്രിൽ മാസം 14 തീയതി വെളുപ്പിന് 3:21 ഞായറാഴ്ച ദിവസമാണ് വിഷു സംഗമം നടക്കുന്നത്. ചോതിപാദം 1 വിഷു സംക്രമിക്കുന്നത്. തുലാക്കൂറിലെ മകരലഗ്നത്തിലാണ് സംക്രമണം നടക്കുന്നത്. അപ്പൊ കൃഷ്ണവർഷത്തെ പ്രതിവിധ തിഥിയും അതുപോലെ പന്നിക്കർണവും വജ്രനാമ നിത്യയോഗവും കൂടി ചേർന്ന സമയത്താണ് ഈ വർഷത്തെ വിഷു സംഗമം നടക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ 57 വർഷത്തിനിടയ്ക്കുള്ള കുറെ രാശികൾ ഒന്നിച്ച് മാറി അതെല്ലാം മീനൻ രാശിയിലോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഈ മീനൻ രാശിയിൽ ഈ ഗ്രഹങ്ങളെല്ലാം നിൽക്കുന്നതിൻ്റെതായിട്ടുള്ളതും അങ്ങനെ പല ഇതുമായിട്ടുള്ള വിഷയങ്ങളുണ്ട്. അപ്പം ഇപ്പൊ ഈ വിഷു സംക്രമണം നടക്കുന്നത് നമ്മൾ പൊതുവെ അടിസ്ഥാനമാക്കുക എന്ന് പറഞ്ഞാൽ ആദ്യശൂലം, മധ്യശൂലം, അന്ത്യശൂലം എന്നിങ്ങനെ കണക്കാക്കി. അതിൽ ആദ്യശൂലക്കാർക്കും മധ്യശൂലക്കാർക്കും വിഷുഫലം അത്ര അനുകൂലമല്ല. ചിത്തിര, ചോതി, വിശാഖം എന്നിവ ആദ്യശൂലവും അവിട്ടം, ചതയം, പൂരിട്ടാതി എന്നിവ മധ്യശൂലത്തിലും വരും. ഇവർക്ക് ഈ രണ്ട് കൂട്ടർക്കും അത്ര അനുകൂലമായിട്ടുള്ള വിഷുഫലങ്ങളല്ല ഈ 2025 ഉള്ളത്. ഈ വിഷുഫലം ഈ 2025 വിഷുഫലം നമ്മുടെ രാജ്യത്തെയും സമ്പത്തിനെയും രാഷ്ട്രീയമായിട്ടോ അല്ലാതുള്ള എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. എന്നിട്ട് ഈ നാളുകാരുടെ എങ്ങനെ ഇവരെ ബാധിക്കുന്നു എന്നുള്ളതും നമുക്കൊന്ന് നോക്കാം. അപ്പം നമ്മൾ ഇതിനകത്ത് നോക്കി ഒരു 2 ചാർട്ട് കൊടുത്തിട്ട് ഈ 2 ചാർട്ടിൽ നിന്ന് നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാകുന്നതാണ്, അറിയുന്ന ആൾക്കാർക്കറിയാം. അപ്പം നോക്കി അതിനകത്ത് ആദ്യത്തെ ചാർട്ട് എന്ന ചോതിപാദം 1, അതായത് 3:30 ചാർട്ടാണ്. വെളുപ്പിന് 3:30 3:21 ഗ്രഹണം ഇത് നടക്കുന്നത്, മകരസംക്രമം നടക്കുന്നത്. അതേമാതിരി രണ്ടാമത്തെ ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5:30 ചാർട്ട്. അപ്പൊ ആ 5:30 രണ്ടാമത്തെ ഒരു ചാർട്ട് കൊടുത്തതിനകത്ത് കാളസർപ്പ യോഗമുണ്ട്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെന്ന് വരി, വിഷുവിന് ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ. ആ ഒരു ഇപ്പൊ ടെക്നോളജി ഇത്ര വളർന്നല്ലോ, കഴിവതും ആ ഒരു സമയത്തിന് ഈ 5:30 അത് കഴിഞ്ഞിട്ടുള്ള കുറച്ചൊരു 4 മണിക്കൂർ സമയത്തേക്കിന് ഏകദേശം 4 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള ഡെലിവറി ഒക്കെ ഉച്ച കഴിഞ്ഞിട്ടുള്ള രീതിയിലാക്കാനുള്ള നോക്കുക. കാരണം ലഗ്നവും നിൽക്കുന്ന ആ ഒരു സമയത്തുണ്ടാകുന്ന കുട്ടികൾക്ക് കാലസർപ്പ യോഗം എന്ന് പറഞ്ഞാൽ ഇതുമായിട്ട് നമ്മുടെ ബന്ധപ്പെട്ട വീഡിയോ ചെയ്തിട്ടുണ്ടെന്നാലും അതായത് ജീവിതത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാത്ത ഒരുപാട് അസുഖങ്ങൾ, കാര്യങ്ങൾ, പ്രത്യേകിച്ച് ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വരാനും പിന്നെ ദാമ്പത്യ ബന്ധത്തിലെ വേർപാട്, വസ്തു സംബന്ധം, സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, സ്വത്ത് നാശം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ആ ഒരു നക്ഷത്രത്തിലുള്ള ജനിക്കുന്നത്. അപ്പോൾ ഈ പാദം 2 പ്രത്യേകിച്ച് ചോതി പാദം 2 ആ ഒരു കാലസർപ്പയോഗം കാണിച്ചേക്കുന്നത്. അപ്പം ആ ഒരു കാലസർപ്പയോഗത്തിന്റെ അതിൻ്റെ ദോഷങ്ങളെല്ലാം ഇരിക്കാൻ വേണ്ടി ഡെലിവറി അങ്ങനെയുള്ളത് ഒന്നീ പോസ്റ്റ്പോൺ ചെയ്യുക അല്ല പ്രീപോൺ ചെയ്യുക, അങ്ങനെ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അപ്പം ഈ ഒരു രണ്ടാമത്തെ ചാർട്ടിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ 8ാം ഭാവത്തെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ശുക്രനുമായിട്ട് ബന്ധപ്പെട്ട്, വയറുമായിട്ട് ബന്ധപ്പെട്ട്, പിന്നെ സൂര്യനുമായിട്ട് ബന്ധപ്പെട്ടെന്നാണ് രാഷ്ട്രീയമായിട്ടുള്ള നേതൃത്വത്തിന് അല്ലെന്നൊരു ബ്ലഡുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ അല്ലെന്നൊരില് ഇപ്പം ആദ്യത്തെ ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് മാന്തി കാലചക്രത്തിന്റെ 10ാം ഭാവത്തില് കാലചക്രത്തിന്റെ 8ാം ഭാവത്തില് കർമ്മം 10ലായിട്ട് വരും. ലഗ്നം വെച്ച് വരുമ്പോൾ 10 വിഷുവിന്റെ സംക്രമണം നടന്ന്. അപ്പൊ അങ്ങനെ വന്നാലും അവിടെ മാന്തികമായിട്ടുള്ള പ്രശ്നങ്ങള്, ഫൈനാൻഷ്യലുമായിട്ട് ഗവൺമെന്റിന്റെ പ്രശ്നം, റോങ് ആയിട്ടുള്ള തീരുമാനമെടുക്കുക, രാഷ്ട്രീയമായിട്ടുള്ള അനിശ്ചിതത്വം, അസ്ഥിരത, പിന്നെ കുട്ടികളുമായിട്ടുള്ള കോളേജുമായിട്ടുള്ള ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രശ്നം, അങ്ങനെ ഒട്ടനവധി നിരവധി പ്രശ്നങ്ങളാണ് ഈ ഒരു ചാർട്ട് നോക്കി തന്നെ നമുക്ക് പറയാൻ പറ്റും. അപ്പം ഈ ഒരു ചാർട്ട് നിങ്ങൾ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം കെമിക്കലുമായിട്ടുള്ള ബന്ധപ്പെട്ടതായിട്ടുള്ള പല പ്രശ്നങ്ങളും കുട്ടികൾ മരണപ്പെടാം എന്ന് പറഞ്ഞാൽ മരുന്നുമായിട്ട് ബന്ധപ്പെട്ട് മെഡിക്കൽ ഫീൽഡുമായിട്ടുള്ള പല കോളിളക്കങ്ങളും ഉണ്ടാകും. അതേമാതിരി പുതിയ മരുന്ന് കണ്ടുപിടിക്കാനുള്ള സാധ്യതയും ഗവേഷണം നടത്തി പുതിയ മരുന്ന് കണ്ടുപിടിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. വിഷവാതകത്തിൽപ്പെട്ട് തീപിടുത്തം, വിഷപുക ഒന്നിച്ചില ഫാക്ടറികളിൽ നിന്ന് വിഷം ചീറ്റുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള തീപിടുത്തങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പെട്രോളിയം ഉൽപ്പന്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പൊട്ടിത്തെറികൾ, തീപിടുത്തങ്ങൾ അങ്ങനെ ഉണ്ടാകും. പിന്നെ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട പല പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ കലാലയത്തിലെ സ്ട്രൈക്ക് അല്ലെന്നൊരിയിലെ സമരം, ഈ പറഞ്ഞ മാതിരി കത്തിക്കുത്ത് വരെ ഉണ്ടാകും. കൊലപാതകങ്ങളെ, കത്തിക്കുത്ത്, മരണം,
ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഈ പറയുന്നതായിട്ടുള്ള പല പ്രശ്നങ്ങളും കലാലയങ്ങളിലുണ്ടാകാനും അല്ലെന്നൊരു സ്ട്രൈക്ക്, പിന്നെ നമ്മുടെ രാഷ്ട്രീയ രംഗങ്ങളൊക്കെ വളരെ പ്രക്ഷുബ്ധമാകാനും പ്രതീക്ഷിക്കാത്തുള്ള പല ചലനങ്ങളും സ്ഥാനചലനങ്ങളും രാഷ്ട്രീയ മാറ്റങ്ങളും സംഭവിക്കും. ആരോഗ്യരംഗത്ത് മെഡിസിനുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന പുതിയ കണ്ടുപിടുത്തങ്ങളെ അല്ലെന്നൊരു ഇത് പല നേഴ്സുമാർക്കൊക്കെ പൊതുവെ നല്ലതാണ്. പിന്നെ പ്രതീക്ഷിക്കാത്ത അബോർഷനുകളെ യൂട്രസുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെയുള്ള പല അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ കൂടി വരിക. സോഷ്യൽ മീഡിയ ഒക്കെ കത്തി നിൽക്കും. കാരണം ഇവിടെ ഈ വ്യാഴത്തിൻ്റെ കൂടെ ഗ്രഹമാണ് വ്യാഴമല്ല ബുധൻ്റേത്. അപ്പോൾ സോഷ്യൽ മീഡിയ എല്ലാം കത്തി നിൽക്കും. കാരണം സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക്, വാട്സപ്പ്, TV ചാനലുകൾ, യൂട്യൂബ് എല്ലാം കത്തി നിന്ന് കമ്മ്യൂണിക്കേഷൻ്റെ ടെക്നോളജിയുടെ ഒക്കെ ആണല്ലോ. അപ്പോൾ അങ്ങനെ ഒരുപാട് മാറ്റങ്ങളാണ് ഈ ഒരു വിഷുവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. പിന്നെ ഇത് പ്രകൃതിയിലെ പല പ്രകൃതി ദുരന്തങ്ങളും ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ട വെള്ളപ്പൊക്കം അങ്ങനെയുള്ള ആ സൂര്യതാപം കൊണ്ട് പ്രശ്നങ്ങൾ, ചിലടത്ത് ഡ്രൗട്ട്, ചൂട് കൂടിയിട്ടുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ പല പ്രശ്നങ്ങളും പിന്നെ ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ട രോഗാണുബാധകൾ, അസുഖങ്ങളുണ്ടാകുക, അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ടാകും. അതേമാതിരി ഭരണരംഗത്ത് രാഷ്ട്രീയമായിട്ടുള്ള പല ഇപ്പം കേരളത്തിൽ ഉൾപ്പെടെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും പ്രത്യേകിച്ച് കേരളത്തിലും എല്ലായിടത്തും അപ്രതീക്ഷിതമായിട്ടുള്ള രാഷ്ട്രീയമായിട്ട് വിയോഗങ്ങൾ, മരണങ്ങൾ, അല്ല സ്ഥാനചലനങ്ങൾ, പ്രതീക്ഷിക്കാത്ത പലതും സംഭവിക്കും ഈ വിഷുവുമായിട്ട് ബന്ധപ്പെട്ട. പിന്നെ സിനിമാ രംഗത്തുമായിട്ട് ബന്ധപ്പെട്ട പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ രാഷ്ട്രീയക്കാരുടെയും പിന്നെ ബുധനും ശനിയും രാഹുവും ശുക്രനും ഒക്കെ നിൽക്കുന്നു. ഇതിങ്ങനെ നിൽക്കുന്നതുകൊണ്ട് മീനൻ രാശിയിലായിട്ടുള്ള പല മാറ്റങ്ങളും, രാഷ്ട്രീയമായിട്ടുള്ള അസ്ഥിരത, ഗവൺമെന്റുമായി ബന്ധപ്പെട്ട, അതേമാതിരി ഫൈനാൻഷ്യലുമായിട്ടുള്ള ബന്ധപ്പെട്ട റോങ് തീരുമാനം എടുക്കുക, ഗവൺമെന്റ് പൊളിറ്റീഷ്യൻസുമായി തെറ്റായ തീരുമാനം എടുക്കുക, അല്ലെന്നൊരു ചില എക്സിക്യൂട്ടീവ് മാനേജേഴ്സ്, കമ്പനി ഓണേഴ്സൊക്കെ അല്ലെന്നൊരു ഡോക്ടേഴ്സ് ചില റോങ് ആയിട്ടുള്ള തീരുമാനം എടുക്കുക. അങ്ങനെ പിന്നെ കൊലപാതകങ്ങളെ, പിന്നെ കടലിൽ തീപിടുത്തക്കുക. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മീനൻ രാശി കടലുമായിട്ട് ബന്ധപ്പെട്ട കടലിലുള്ള പല പ്രശ്നങ്ങളെ, കെമിക്കലുമായിട്ടുള്ള പൊട്ടിത്തേറി, അതേമാതിരി കൊടുങ്കാറ്റടിക്കാൻ കാറ്റിൽ തിരയായിട്ടുള്ള പ്രശ്നങ്ങളെ, അങ്ങനെ പലതായിട്ടുള്ള സെക്സ് റാക്കറ്റുമായിട്ടുള്ള പ്രശ്നങ്ങൾ, മയക്കുമരുന്നുമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഭൂചലനം, കൊടുങ്കാറ്റ്, അങ്ങനെ പല സംഭവങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. അപ്പം പൊതുവെ രാജ്യത്തിനും സമ്പത്തിനും ഒന്നും ഈ ഒരു വിഷുവിൻ്റെ ഈ ഒരു മാറ്റം പൊതുവെ അത്ര അനുകൂലമല്ല. ഇടവൻ രാശി എന്ന് പറഞ്ഞാൽ കാർത്തിക, മുക്കാല്, രോഹിണി. അപ്പം കാർത്തിക ഫുള്ളായിട്ടുള്ളത് നല്ലതാണ്, അതുകൊണ്ട് പ്രത്യേകിച്ച് പാദം പറയേണ്ട കാര്യമില്ല. രോഹിണി ഈ നാളുകാർക്ക് പൊതുവെ നല്ലതാണ്. അതേമാതിരി മകരത്തിന്റെ ഒരു പാദത്തിനും നല്ലതാണ്. ഇവരെ കൺട്രോൾ ചെയ്യുന്ന കാർത്തിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യനാണ് ഇവരെ കൺട്രോൾ ചെയ്യുന്നത്. ചൊവ്വാണ് ഇവരെ കൺട്രോൾ ചെയ്യുന്നത്. അതേമാതിരി രോഹിണി എന്ന ചന്ദ്രനാണ് ഇവരുടെ ഗ്രഹം. അതേമാതിരി ഇവരുടെ കൺട്രോൾ ബുധനാണ്. ഇതിന്റെ ഈ ഗ്രഹങ്ങളെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. കാരണം നിങ്ങളെ ക്യാരക്ടറെ ബാക്കിയുള്ള പലതും ഫോൺ ചെയ്യുന്നതും പഠിക്കാൻ, എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടതും നിങ്ങളുടെ ജോലിയുമായിട്ടുള്ള ബന്ധപ്പെട്ടതും അതിനെല്ലാം ഈ ഇങ്ങനെയുള്ള ഗ്രഹങ്ങളെ നോക്കിയാണ് പലതും നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇതൊന്നും നോട്ട് ചെയ്ത് വെച്ചു. ഈ രാശിക്കാരിലുള്ളവർ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ബിസിനസ്സിൽ നല്ല ഉയർച്ച ഉണ്ടാകും. അതേപോലെ പുതിയ ബിസിനസ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആൾക്കാർക്ക് പുതിയ ബിസിനസ് തുടങ്ങാൻ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. പിന്നെ പുതിയ ദൂര യാത്രകൾ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ നല്ല സൽകീർത്തി ഉണ്ടാകും, പ്രശസ്തി ഉണ്ടാകും. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോകാനുള്ള അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ്. പുതിയതായി കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ കല്യാണം ആലോചിക്കാനും കല്യാണം കഴിക്കാനുമുള്ള നല്ല ആലോചനകൾ വരാനും കല്യാണം കഴിക്കാനുള്ള സാഹചര്യങ്ങളാണ് നിലവിലുള്ളത്. സാമ്പത്തികമായി അനുഭവിച്ചിരുന്ന പല പ്രയാസങ്ങൾക്കും ഇവർക്കൊരു ഉയർത്തെഴുന്നേൽപ്പ് എന്നുള്ള രീതിയിൽ പല ക്ലേശങ്ങളും പ്രശ്നങ്ങളെല്ലാം മാറി നല്ല സാമ്പത്തികമായിട്ട് ഒരു ഉന്നതിയും അഭിവൃദ്ധിയും ഒക്കെ ഉണ്ടാകുന്നതാണ്. കലാകായിക രംഗങ്ങളിലുള്ളവർക്ക് അതേമാതിരി വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. പ്രശസ്തി, കീർത്തി എന്നിവ ഉണ്ടാകും. പ്രണയിക്കുന്നവർക്ക് അതേമാതിരി നല്ല സമയമാണ്. പുതിയ പ്രണയബന്ധത്തിൽ ഏർപ്പെടാനും അങ്ങനെയൊക്കെ ഉള്ള നല്ല അനുകൂലമായിട്ടുള്ള സമയമാണ്. വിദ്യാർത്ഥികൾക്ക് പഠിത്തത്തെ ശ്രദ്ധിക്കുവാനും നല്ല മാർക്ക് വാങ്ങിക്കാനും നല്ല കോഴ്സിലൊക്കെ അഡ്മിഷൻ കിട്ടാനുമുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതേമാതിരി കൺസ്ട്രക്ഷൻ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക് പൊതുവെ നല്ല സമയമാണ്. സമയത്ത് വർക്ക് തീർക്കാനും
പൈസ കിട്ടാനും ഒക്കെ ഉള്ള സാധ്യത തെളിഞ്ഞു കാണുന്നുണ്ട്. അപ്പോൾ അവർക്കത് അനുകൂലമായിട്ടുള്ള സമയമാണ്. അധ്യാപകർക്ക് പൊതുവെ നല്ല സമയമാണ്. അവർക്ക് നല്ല കാര്യമായിട്ടുള്ള പ്രൊമോഷനോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളാണ് കാണുന്നത്. പിന്നെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട കർമ്മരംഗത്ത് നിൽക്കുന്നവർക്ക് നല്ല ഉയർച്ച, അതേമാതിരി പ്രൊമോഷന്, അല്ലെന്നൊരു സ്ഥാനക്കയറ്റം, അല്ലെന്നൊരു വേറെ സ്ഥലത്തോട്ട് മാറി ജോലി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ, പിന്നെ ഇവർക്ക് എന്തെങ്കിലും ലോണൊക്കെ എടുക്കണമെങ്കിൽ ഡോക്യുമെൻ്റായിട്ടുള്ള ഇഷ്യൂകൾ ക്ലിയർ ആകാൻ അങ്ങനെയൊക്കെയുള്ള പൊതുവെ ഒരു അനുകൂലമായിട്ടുള്ള സമയമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ലോണോ കാര്യങ്ങളൊക്കെ വേണമെന്നൊരു ഇപ്പോൾ ഈ ഒരു സമയത്ത് എളുപ്പം ലോണൊക്കെ പാസ്സായി കിട്ടും. അതേപോലെ കടം കൊടുത്തിട്ടുള്ള പൈസ ഉണ്ടെന്നൊരു തിരിച്ചു കിട്ടാനൊക്കെ ഉള്ള പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. പിന്നെ അതേമാതിരി പൂർവിക സ്വത്ത് അങ്ങനെ എന്തെങ്കിലും കിട്ടാനുള്ള സാധ്യതയുള്ള ആൾക്കാരുണ്ടെന്നൊരു അതൊക്കെ കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പിന്നെ കൃഷി അതുമായിട്ട് ബന്ധപ്പെട്ടും ക്ഷീരോൽപ്പന്നമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ ഇരിക്കുന്നവർക്ക് പൊതുവെ ഒരു മെച്ചപ്പെട്ട സാഹചര്യമാണ് നിലവിലുള്ളത്. പിന്നെ രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഈ രാശിക്കാരുള്ളവർക്ക് പൊതുവെ ഒരു നല്ല ഒരു അനുകൂലമായിട്ടുള്ള സമയമാണ്. രാഷ്ട്രീയമായിട്ട് ശോഭിക്കാനും അതിൻ്റെ പ്രശസ്തി, കീർത്തി എന്നിവ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ കൂടുതലാണ്. അതേമാതിരി നമ്മൾ ഇത് പറയുമ്പോഴെന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ പാദത്തിന് നമ്മളിപ്പോൾ ലഗ്നം വെച്ചിട്ടാണ് ഇത് പറയുന്നത്. ഒരു ഇതിനകത്ത് നോക്കുമ്പം 30 ഡിഗ്രി എന്ന് പറയുമ്പോൾ 9 പാദം വരും. അപ്പോൾ ഒരു നാളിനകത്ത് 4 പാദമുണ്ട്. അപ്പോൾ ഈ 4 പാദം ഓരോ പാദത്തിനകത്തും വ്യത്യാസപ്പെട്ടിരിക്കും. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ 100% ഈ പറയുന്നതിനകത്ത് ആ ലഗ്നം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആവും. പാദം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് അത് പറയാൻ പറ്റില്ല. അത് തന്നെ ഓരോ ആൾക്കാരുടെ ലഗ്നം വെച്ച് പറയാനെന്ന് പറഞ്ഞാൽ അത് പ്രാക്ടിക്കലല്ല. ഇത് നമ്മുടെ ഇപ്പോൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പുതിയ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും പഠിക്കാനോ എടുക്കാനോ താല്പര്യമുണ്ടെന്ന രീതിയിൽ നമ്മുടെ കോഴ്സിൽ ചേരാം. അപ്പം അതിൻ്റെ ഫീസ് കാര്യങ്ങളൊക്കെ പിന്നീട് അറിയിക്കുന്നതാണ്. ഇതിനകത്തൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്യും. അപ്പോൾ 1 മാസം കഴിഞ്ഞിട്ട് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഫീസോ കാര്യങ്ങളോ എല്ലാം പിന്നീട് അറിയിക്കും. ഇപ്പം നിങ്ങളിത് ഗ്രൂപ്പിൽ ചേർന്നിരിക്കുന്നതിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾ ആ താല്പര്യമുള്ളവർ പഠിക്കണമെന്നുള്ളവർ. പിന്നെ അത് തന്നെയല്ല, നിങ്ങൾക്ക് ഒരു നല്ലൊരു ജോലി ഇതുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിലും ഈ ഒരു ഇത് ചെയ്തു. അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ കയറിക്കഴിഞ്ഞ് നിങ്ങൾക്ക് പഠിപ്പിച്ചെടുത്തിട്ട് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ജോലി തരാനും അതിൻ്റെതായിട്ടുള്ള ഗ്രൗണ്ട് വർക്കുകളും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പോൾ ആർക്കെല്ലാം താല്പര്യം ഉണ്ടെന്നൊരു ചേരാ അതിൻ്റെ ലിങ്ക് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതേമാതിരി മമ്മൂട്ടിയുടെ ഒരു റിലേറ്റഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തു, ഒരു ശനിയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതും ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആരെങ്കിലും താല്പര്യം ഉണ്ടെന്നൊരു കാണുക. പിന്നെ നമ്മുടെ സബ്ജക്റ്റ് ഇഷ്ടമായെന്നൊരു നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.